ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് എനിക്കൊരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കണം. ഈ നെയ്യ് ചേർക്കുമ്പോൾ നമ്മുടെ ഇടിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരും, പിന്നെ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും. ഇപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഡബിൾ ഹോഴ്സിൻ്റെ വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ. ഇത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആവുന്ന വരെ കുഴച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് നമ്മുടെ നൂലപ്പം നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ആയിട്ട് വരിക. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി കുഴക്കണം കേട്ടോ, അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂലപ്പം കിട്ടുക. ഇനി നമുക്ക് സേവനാഴിയിൽ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡോ എടുത്ത് ഫില്ല് ചെയ്യാം. നൂലപ്പം ഉണ്ടാക്കുമ്പോൾ ഇലയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇല ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇഡ്ഡലി തട്ടിൽ ഉണ്ടാക്കിയാലും മതി. ഇതേപോലെ നമുക്ക് നൂലപ്പൊക്കെ പിഴിഞ്ഞെടുക്കാം. ചിലർ തേങ്ങയൊക്കെ വെക്കാറുണ്ട് ഇതിൻ്റെ മുകളിൽ. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, എനിക്ക് പ്ലെയിൻ ആയിട്ട് എടുക്കുന്നതാണ് ഇഷ്ടം. ഞാൻ ഇഡ്ഡലി തട്ടിലും ഇലയിലും ഇതേപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇഡ്ഡലി തട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഒരല്പം എണ്ണ ഒന്ന് തടവി കൊടുക്കണം കേട്ടോ, വിട്ടു പോരാൻ എളുപ്പത്തിനാണ്. ഈ നൂലപ്പം പിഴിയുമ്പോൾ തന്നെ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ആയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് അതിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. വെള്ളമൊക്കെ അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇടിയപ്പമൊക്കെ അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ചൊരു 8 മിനിറ്റ് വരെ കുക്ക് ചെയ്യാം. എനിക്ക് നൂലപ്പം നല്ല കുറുകിയ നാളികേരപ്പാലിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം, പഞ്ചസാരയൊക്കെ ഇട്ടിട്ട്. നിങ്ങൾക്ക് എങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം? താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ. ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള നൂലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മുടെ നൂലപ്പം കണ്ടില്ലേ, എന്തൊരു സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതേപോലെ നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് ഉണ്ടാക്കുന്ന നൂലപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.